ഗസാലി ഇമാം അടി തുടങ്ങുന്നു. കുറച്ചു നേരം അടിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ട് പറഞ്ഞു പോലും, ഓ നബിയേ, എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് വിചാരിച്ച് പറഞ്ഞതായേക്കും, ഇനി അടിക്കണ്ട. അടി നിന്നു. ഉണർന്നു നോക്കുമ്പോൾ ചാട്ടവാറിന്റെ അടി പുറത്ത്. പിന്നെ അയാൾ യഹ്യനെ കുറ്റം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കഥയാണിത്. എന്തിന്? യഹ്യയിൽ പറഞ്ഞത് 100% സത്യസന്ധമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി റസൂലുള്ള പരിശോധിച്ചിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശോധിച്ചിട്ടുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശോധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പച്ചക്കള്ളം പറയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ യഹ്യയിൽ പറഞ്ഞത് തള്ളണം എന്ന് നിങ്ങൾ എന്തിന് പ്രസംഗിക്കുന്നു? നിങ്ങൾ എന്തിന് എഴുതുന്നു? നിങ്ങളുടെ നയം വ്യക്തമാക്കണം. അപ്പൊ യഹ്യയിൽ സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്, മനസ്സിലായില്ലേ? ഇനി മുഹീദ്ദീൻ ശൈഖിന്റെ ഉഞ്ഞയിലുള്ളത് നിങ്ങൾ മുഴുവൻ സ്വീകരിക്കോ? മുഹീദ്ദീൻ ശൈഖ് ആശൂറായിന്റെ ദിവസം പ്രത്യേകം ചില നിസ്കാരം പറയുന്നു, റജബിലെ പ്രത്യേക നിസ്കാരം പറയുന്നു. റജബ് 1-ാം തീയതി നിസ്കരിച്ചാൽ, റജബ് 2-ന് നിസ്കരിച്ചാൽ, 3-ന് നിസ്കരിച്ചാൽ, ഇങ്ങനെ കുറെ ഇല്ലാത്ത നോമ്പിനെ പറ്റി പറയുന്നുണ്ട്, ഇല്ലാത്ത നിസ്കാരം പറയുന്നുണ്ട്. വെറുതെ അഭിപ്രായം പറഞ്ഞു പോവുകയല്ല, ഒക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടാ പറയുന്നത്. എല്ലാം വ്യാജമായ ഹദീസുകളാണ്, സ്വീകാര്യയോഗ്യമായ ഗണത്തിൽപ്പെട്ടതല്ല. നിങ്ങൾ പറയണം ഗസാലി ഇമാമിന്റെ ഗേഹിയ പോലെ തന്നെ ഉഞ്ഞയിൽ അതാ ശൈഖ് ജീലാനിയുടെ കിതാബിൽ പറഞ്ഞത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അതോ ഇതും കടത്തിക്കൂട്ടിയതാണെന്ന് വാദമുണ്ടോ? പറയണേ. എങ്ങനെയാണ് ജീലാനിയുടെ വാക്കുകളിൽ നിങ്ങൾക്ക് തള്ളേണ്ടതുണ്ടാവുക? കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ തന്നെ എന്താണ് മാലയിൽ ചൊല്ലാറുള്ളത്? ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ അമാനില്ലാതെന്നോവറി. എന്നോട് അള്ള ചൊല്ലിക്കോ എന്ന് പറഞ്ഞതല്ലാതെ ഞാൻ ചൊല്ലാറില്ല. അള്ള എന്നോട് ചൊല്ലൂ എന്ന് പറഞ്ഞാലേ ഞാൻ ചൊല്ലാറുള്ളൂ. അപ്പൊ അള്ളാന്റെ കൽപ്പന പ്രകാരം മാത്രം ദീന് സംസാരിക്കുന്ന, അള്ള ചൊല്ലൂ എന്ന് പറഞ്ഞാലല്ലാതെ ചൊല്ലാത്ത ശൈഖ് ജീലാനിയുടെ കിതാബിൽ എങ്ങനെ ഈ കള്ള ഹദീസ് കടന്നുകൂടി? ഈ കള്ള ഹദീസ് എങ്ങനെ വന്നു? മറുപടി പറയണേ. അപ്പൊ മഹാനവറുകൾക്ക് ആ ഹദീസ് സ്വഹീഹാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല, അതല്ലേ? പക്ഷേ അദ്ദേഹം അതിന്റെ കുറ്റക്കാരനല്ല, മനഃപൂർവ്വം കള്ളം പറയില്ല കേട്ടോ. ഒരു ഇമാമും മനഃപൂർവ്വം മഹാന്മാര് കള്ളം പറയുന്നതല്ല, അവര് തെറ്റുകാരുമല്ല, അവർക്ക് കിട്ടിയത് ശരിയെന്ന നിലക്ക് കൊടുത്തതാണ്. പക്ഷേ സത്യമറിഞ്ഞിട്ടും പിന്നെയും അത് പിൻപറ്റുന്നവർക്കാണ് കുറ്റമുള്ളത്. അപ്പൊ ജീലാനിയുടെ കിതാബിൽ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കൂല, അതുപോലെ തന്നെ ഗസാലി ഇമാമിന്റെ കിതാബിൽ പറഞ്ഞതും നിങ്ങൾ മുഴുവൻ സ്വീകരിക്കൂല. എങ്കിൽ അതിന്റെ കാരണം പറയണം, മാനദണ്ഡം പറയണം. ആ കാരണം കൊണ്ട്, ആ മാനദണ്ഡം കൊണ്ട് തന്നെയാണ് അവയിൽ നിങ്ങൾ പറയുന്ന പലതും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളും പറയുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അമ്പിയാക്കന്മാരുടെ പേരിൽ ഇവര് കളവ് പറയുന്നതിന് കണക്കില്ല എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഉദാഹരണവും ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? റിഫായി മൗലിദ് എന്ന് പറയുന്നൊരു മൗലിദുണ്ട്. ആ മൗലിദിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്ത്? ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് വന്ന് പറഞ്ഞു എന്നൊരു ചങ്ങാതി പറയാ. അബുൽ വഫ എന്ന് പറയുന്ന ഒരാൾ പറയണം, എന്നോട് ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. ഈ അടുത്ത കാലക്കാരനെ അബുൽ വഫ പറയാണ്, എന്നോട് ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. എന്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ റിഫായി ശൈഖിന്റെ കയ്യിന് പിടിക്കും, പിടിച്ചിട്ട് ഇങ്ങനെ മഹ്ശറിൽ കൂടി ചുറ്റി നടക്കും. ഹല്ലിന്ദക്കും മിൻ റജുലിൻ, ഹല്ലിന്ദക്കും മിൻ റജുലിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ, ഇതുപോലത്തെ ഒരാളുണ്ടോ എന്ന് പറയുമ്പോ എല്ലാരും ലാലാ ഫവല്ലാ മലഹു മിൻ മുത്ഹമീ, ആരുമില്ല എന്ന് എല്ലാരും പറയും. ആദം നബി വന്ന് കൈ കൊടുക്കും, എല്ലാരും പറയും റിഫായിയെ പോലെ ആരുമില്ല എന്ന്. റിഫായിയുടെ കയ്യും പിടിച്ചിട്ട് റസൂലുള്ള നാളെ മഹ്ശറിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങും എന്ന വാർത്ത എന്നോട് ഖിദ്ർ നബി വന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഈ റിഫായി ശൈഖിനെ പറ്റി ആ നിലക്കുള്ള ഒരു കഥ, കള്ളക്കഥ മൗലിദിന്റെ കിതാബിൽ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അങ്ങനെ മഹ്ശറിൽ ഒരു സംഭവം നടക്കുമെന്ന്, അങ്ങനെ മഹ്ശറിൽ ഈ കാര്യം നടക്കുമെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ പേരോട് എന്ത് ചെയ്തു? അങ്ങനെ മഹ്ശറിൽ ഒരു കാര്യം നടക്കും എന്നതാണ് ഒഴിവാക്കിയിട്ട് വെറും ക്ലിപ്പ് മുറിച്ചിട്ട് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാക്കിയിട്ട് മൂപ്പര് ചോദിക്കേണ് ഈ മൗലവിന്റെ ഒരു ഹാൽ എന്താണ്?
മൂപ്പര് പറയാണ് ഈ മൗലവിന്റെ ഒരു ഹാൽ എന്താണ്, എന്തേ കാരണം ഈ സംഭവം ഖിദർ നബി വന്നിട്ട് പറഞ്ഞു എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു കൊടുക്കണം, പോലും റിഫായി ശൈഖിനെ പറ്റി ഞാൻ ഖുർആനിൽ കാണിച്ചു കൊടുക്കണമെന്ന് മൗലവി പറഞ്ഞു. പച്ചക്കള്ളം എന്റെ പേരിൽ പറയുകയാണ്. നിങ്ങൾ കേട്ടോളൂ എന്താണ് ഞാൻ അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താന്ന് കേട്ടോളൂ. ഈ നിലക്ക് അള്ളാന്റെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച്, മഹത്തുക്കളെ സംബന്ധിച്ച് കളവല്ലേ ഈ പറയുന്നത്? ഇങ്ങനെ ഒരു സംഭവം മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഖുർആനിലുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലുണ്ടോ? പ്രമാണങ്ങളിലില്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി, ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ, ഔലിയായിന്റെ പേരിൽ വേണോ, മഹത്തുക്കളുടെ പേരിൽ വേണോ? 100 വട്ടം ആലോചിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം ആരാ ഞങ്ങളോട് പറഞ്ഞത്? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? മൂപ്പരത് കോട്ടിമാട്ടിയിട്ട് എന്താ ചോദിക്കുന്നത്? മൗലവിനോട് ചോദിക്കേണ് റിഫായി ശൈഖിനെ പറ്റി ഇങ്ങനെ അബുൽ വഫാനോട് ഖിദർ വന്ന് പറഞ്ഞു എന്ന് ഖുർആനിലുണ്ടോന്ന്. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. പച്ച കളവാണ്. കളവ് നമ്പർ 1 കേൾപ്പിക്കൂ. മൂപ്പര ഒന്നാമത്തെ കളവ്. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? മൂപ്പരത്ത് എന്നോടൊരു ചോദ്യം, റിഫായി ശൈഖിനെ പറ്റി ഇങ്ങനെ അബുൽ വഫാൻ പറഞ്ഞ ആളോട് ഖിദർ നബി പറഞ്ഞു ഖുർആനിലുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചോ? ഞാൻ ചോദിച്ചത് എന്താണ്, ഇങ്ങനെ ഒരു സംഭവം നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം ആരാങ്ങളോട് പറഞ്ഞത്? അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാ. അല്ലാതെ ഖിദർ നബി വന്ന് പറഞ്ഞു, റിഫായി ശൈഖിന്റെ കാര്യം വന്ന് പറഞ്ഞു, അബുല്ലഫനോട് പറഞ്ഞു ഖുർആനിലുണ്ടോ എന്നല്ല. പേരും നുണയാണ്. നുണ രണ്ടാമത്തതും കേട്ടോളൂ. ഇനിയും നുണ പറയാണ്, നിർത്തുന്നില്ല മൂപ്പര. ഒരു കാര്യത്തിന്റെ പേരിൽ എത്ര നുണ പറയണേക്കും. അടുത്തത് കേട്ടോളൂ. ഖുർആൻ ഇറങ്ങിയിട്ട് 600ഓളം കൊല്ലം കഴിഞ്ഞിട്ട് റിഫായി ശൈഖ് ജനിക്കുക, 500 കൊല്ലത്തിൽ ജനിക്കുക. എന്നിട്ട് ആ റിഫായി ശൈഖിനെ പറ്റി ഖുർആനിലുണ്ടോ ഉപരിച്ചുക? 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച റിഫായി ശൈഖിനെ പറ്റി ഖുർആനിലുണ്ടോ? ഞാൻ ഖുർആൻ നിർത്തിട്ട് കാണിച്ചു കൊടുക്കണോ റിഫായി ശൈഖിനെ പറ്റി പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളൊരു ഹാലെന്താ? ഇയാളൊരു ഹാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയാത്തതിന്റെ പേരിൽ അടുത്ത പ്രസംഗത്തിൽ പറ. ഞാൻ ആ ചോദിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് മറുപടി പറയാം. നോണ പറയരുത്, നിങ്ങൾ കളവ് പറയരുത്, നിങ്ങൾ കബളിപ്പിക്കരുത്, തട്ടിപ്പ് നടത്തരുത്, വഞ്ചന കാണിക്കരുത്. എന്റെ ചോദ്യം തന്നെ മാറ്റിയല്ലേ. മാത്രമല്ല ആ നിലക്കാണ് നിങ്ങൾ ഇങ്ങനെ നുണ പറയുന്നത്. അപ്പൊ ഞാൻ എന്താ ചോദിച്ചതിന് ആ പ്രസംഗം കേൾക്കുന്നവർക്കൊക്കെ അറിയാ, എല്ലാ ആളുകൾക്കും അറിയാ. പിന്നെയോ എന്നാ ഈ പണി ഞാനാണോ ചോദിച്ചത്? ഇനിയിപ്പോ അങ്ങനെ ഒരു സംഭവം ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തെറ്റാണോ? പക്ഷേ ഇതൊരു തെറ്റാണെങ്കിൽ, ഒരു വലിയ കാര്യമാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ആ കാര്യം വാസ്തവത്തിൽ ചോദിച്ചതാരാ? പേരോടാ നീ ചോദിക്കണത് കേട്ടോ. മൂപ്പര് ഇയാളുടെ ഒരു ഹാലെന്താന്ന് പറഞ്ഞ പൊട്ടത്തരത്തിന്റെ ചോദ്യം ഈ മൂപ്പര് എന്നോട് ചോദിക്കണത് അത് ഖുർആനിലോ അങ്ങനെയല്ല എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാണ് ഇപ്പൊ മൂപ്പര് ചോദിക്കണത്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കണമല്ലോ. ഇപ്പൊ മൂപ്പര് പൊട്ടത്തരാന്ന് പറഞ്ഞ കാര്യം ഇനിയിപ്പോ ഞാൻ കാണിച്ചു കൊടുക്കണം. മൂപ്പര് ആവശ്യപ്പെടുന്നത് കേട്ടോളൂ, പെട്ടെന്ന് കേൾപ്പിക്കും. കേട്ടാൽ പറയുന്നത് എന്നോട് ഖിദർ നബി പറഞ്ഞിട്ടുണ്ട്, മൗലവി പറയുന്ന കള്ളത്തരാണെന്ന് വഹി വന്നോ മൗലവി? അത് കളവാണെന്നല്ലേ ഖുർആൻ ഓതണോ? അത് കളവാന്നല്ലേ ഹദീസ് ഓതണോ? അല്ലെ ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ? നിങ്ങളൊക്കെ പറഞ്ഞോ അയ്യോ കളവാൻ? അത് കളവാണെന്നല്ലേ ഖുർആൻ ഓതണോ? അത് കളവാന്നല്ലേ ഹദീസ് ഓതണോ? അല്ലെ ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ? നിങ്ങളൊക്കെ പറഞ്ഞോ അയ്യോ കളവാൻ? ഇപ്പൊ കണ്ടോ, ഇപ്പൊ മൂപ്പര് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കാത്ത സംഗതി വാസ്തവത്തിൽ ചോദിച്ചു പൊട്ടനാകുന്നതാരാ? മൂപ്പരാണ് പൊട്ടനാകുന്നത്. മൂപ്പരാ ഇപ്പൊ ചോദിച്ചത്. അത് വളരെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ നിലക്കാണ് നിങ്ങൾ സാധാരണ എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യം ഞാൻ ഇവിടുന്ന് പറഞ്ഞത്. അതിൽ പോലും നിങ്ങൾ കൃത്രിമം കാണിക്കേണ്. മാത്രല്ല നിങ്ങൾ വേറൊരു കാര്യം കൂടി ആ കൂട്ടത്തിൽ, ഞാനെന്നൊരു കാര്യം പറഞ്ഞു, കൂട്ടത്തിൽ പറഞ്ഞതാ, ഒരു വലിയ വിഷയമായിട്ട് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു ഈ സംഭവം പറഞ്ഞപ്പോ ഖിദർ നബി അലൈഹിസ്സലാം വഫാത്തായിട്ടുണ്ടെന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഖിദർ നബി വഫാത്തായിട്ടുണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നത്. ഖിദർ നബി ഇങ്ങനെ പലരെയും കാണും, വരും, കഞ്ഞി പിടിക്കലും വല്ല കൈ പിടിക്കലും അങ്ങനെ അവരോട് വർത്താനം പറയലും ഒക്കെ ആണല്ലോ. അപ്പൊ ഖിദർ നബി വഫാത്തായിട്ടുണ്ട് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് ഒരു സൂചനാ നിലക്ക് വിശദീകരണമൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമല്ലേ, അതൊരു ആ നിലക്ക് അപ്പൊ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്ന നിലക്ക് ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ മൂപ്പരയിന് വല്ലാത്ത ഭീഷണിയൊക്കെ പറയുന്നുണ്ട്. എന്താ എന്നെ പറയണെന്നുള്ള മട്ടിലാ പറയുന്നത്. പക്ഷേ ഖിദർ നബി അലൈഹിസ്സലാം വഫാത്തായി എന്ന് പറഞ്ഞ സർവ്വ മഹാന്മാരുടെയും നേരെയാ മൂപ്പരുടെ ഹാലിളക്കം. എന്നോടാ പറയണെന്നുള്ള മട്ടിലാ പറയണത്. മഹ്ശറിൽ നിങ്ങൾ വേറെ വറക്കും എന്നൊക്കെ പറയണേ. ഹേയ്
മനസ്സിലാക്കണം നിങ്ങൾ. മൂപ്പര് ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ട്, ഖിളിർ നബി വഫാത്തായി